ദിയാകൃഷ്ണയും കൃഷ്ണകുമാറും ഏതാണ്ട് ജയിലിൽ പോകുന്ന എല്ലാ കോളും കാണുന്നുണ്ട്. എന്താണ് പ്രശ്നം എന്നുള്ളത് ഇപ്പോൾ പലരും പല രീതിയിൽ പറയുന്നു. ദിയാകൃഷ്ണയും കൃഷ്ണകുമാറും വളരെ ക്രൂരമായി പീഡിപ്പിച്ച അവരുടെ സ്റ്റാഫുകൾ കംപ്ലൈൻറ്റ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളം തന്നെ. പെണ്ണുങ്ങളെയൊക്കെ കൊണ്ടുകിടന്ന് ഒരു പ്രശ്നം തന്നെ ആകെ മൊത്തം. എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ദിയാകൃഷ്ണയ്ക്ക് ചില ഡീമെറിറ്റ്സ് ഉണ്ട്, അത് തീർച്ചയായിട്ടും ഉണ്ട്. ജാതി പറച്ചിലുണ്ട്, അതുണ്ട്. നായർ സദ്യ എന്ന് പറയുക, സ്വന്തം ഹസ്ബൻഡിൻ്റെ ആ ഒരു ജാതിയിൽ കുറച്ച് പ്രൗഡ് ഫീൽ ആവുക, ഇതൊക്കെ അവൾക്കുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഒരു 90% ദിയയ്ക്കാണ് സപ്പോർട്ട്, 10 ആ പിള്ളേർക്കും. എന്തുകൊണ്ടാണ് 10 ആ പിള്ളേർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടികളെ പിടിച്ചുകൊണ്ട് പോയത് ശരിയായൊരു നടപടിയല്ല എന്നുള്ളത് വെച്ചിട്ടാണ്. ബാക്കിയെല്ലാം കൊണ്ട് ആ പെൺകുട്ടികളാണ് പൂർണ്ണമായും തെറ്റുകാരെന്നാണ് എനിക്ക് മനസ്സിലായത്. എൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ റീസെൻ്റ് ഇടപെട്ട ഒരു ഇതുണ്ടല്ലോ, ഒലീവിയ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ, അവിടെ ഇതുപോലൊരു പരിപാടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടികളുടെ പേർക്ക് പൈസ കളക്ട് ചെയ്യുക, എന്നിട്ട് അവരെ കൊണ്ട് ബാങ്കിൽ നിന്ന് വലിച്ചെടുത്ത് അവർക്ക് ഓണേഴ്സിന് കൊണ്ട് കൊടുക്കുക. അത് ടാക്സ് വെട്ടിപ്പിൻ്റെ ഒരു ഭാഗമാണ്. അത് ദിയാകൃഷ്ണ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെയാണ് ഈ വലിയ ഹ്യൂജ് നമ്പർ വന്നിട്ടുള്ളത്. കൃഷ്ണകുമാർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിലേക്കൊന്ന് പോകാം, അതൊന്ന് കേട്ട് നോക്കാം. എന്താണ് കൃഷ്ണകുമാറിന് പറയാനുള്ളത് ഈ വിഷയത്തിൽ? കൃഷ്ണകുമാർ എന്താ പറയുന്നതെന്ന് കേൾക്കാം. ഇവരെന്താ ചെയ്യുന്നത്? ഇവിടെ വരുന്ന കസ്റ്റമർ സാധനം വാങ്ങിച്ച് ചെയ്യുമ്പോൾ ഒരു 1000 രൂപ എന്തിരിക്കട്ടെ, 1000 രൂപ ക്യൂ ആർ കോഡ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നില്ല. പല ദിവസങ്ങളും മറ്റേ ക്യൂ ആർ കോഡ് മാറ്റി വെച്ചിട്ട് ഇവർ ക്യൂ ആർ കോഡ് കാണിക്കുന്നു. അപ്പോൾ പലരും ചോദിച്ചു, ഇത് വേറെ പേരാണല്ലോ വരുന്നത്. അത് പുള്ളിക്കാരി സൂല, അതിൻ്റെ അക്കൗണ്ടിൻ്റെ നമ്പറാണ്. നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കിട്ടത്തില്ല. പക്ഷേ നമ്മൾ ബാങ്ക് വഴി അന്വേഷിച്ചപ്പോഴത്തേക്ക് 34 ലക്ഷം രൂപ ഒരു കുട്ടിയുടെ അക്കൗണ്ടിൽ മാത്രം വന്നിരിക്കും. മൊത്തം പരിശോധിച്ചപ്പോൾ 69 ലക്ഷം രൂപയാണ് കണക്ക് വഴി മാത്രം പോയി. എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യാൻ ഇതുവരെ ഞങ്ങൾ ഈ പെൺകുട്ടികളുടെ മുഖം വെളിവരിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു. ഇവർ കൊണ്ട് കൊടുത്തിരിക്കുന്ന പരാതി അറിയിക്കാം. ഇവരെ ഏതോ അജ്ഞാത കേന്ദ്രത്തോട് തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ടിടിച്ച് പൈസ വാങ്ങിച്ചു. എനിക്കും എൻ്റെ കുടുംബത്തിലെ മറ്റ് 5 അംഗങ്ങൾ, എൻ്റെ ഭാര്യ, മക്കളെ എല്ലാവരും കൂടിയിട്ട് ജാമ്യമില്ലാ വകുപ്പാണ് ഇരിക്കുന്നത്. ഇപ്പോൾ രണ്ടാമത് നമ്മൾ എടുത്തപ്പോൾ പക്ക പ്രൊഫഷണൽ എടുത്തു. ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ജോലിക്ക് എടുക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ അല്ല, അച്ഛൻ്റെ അമ്മയുടെ ജാതക ഉൾപ്പെടെ വാങ്ങിച്ചു കൊടുത്തു. വീഡിയോ റെക്കോർഡ് ചെയ്ത് പറഞ്ഞു, കൃഷ്ണമാർ പറഞ്ഞേക്ക്, എനിക്കറിയാം, സൂക്ഷിച്ചു പോകട്ടെ എന്തൊക്കെയോ പറഞ്ഞിട്ട് എടുത്തും പോകും. നമ്മളിപ്പോൾ എന്താ ആലോചിച്ചാൽ ആരയക്കുന്ന ഇതൊക്കെ നമുക്ക് പിടികിട്ടും. താങ്കൾക്കെതിരെ ഇപ്പോൾ തട്ടിക്കൊണ്ടു പോകലാണ് ഇപ്പോൾ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? എന്താണ്? അല്ല, ഈ കേസിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഭാഗമേ പറയാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകളുടെ ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിലെ 3 ജീവനക്കാരികൾ, ഇവളുടെ ഒരു ആരോഗ്യത്തിന് ഒരു പ്രശ്നം വന്നു. സ്വാഭാവിക സ്ത്രീകൾ ഗർഭിണികളാവും. ആദ്യത്തെ 5 മാസം ചിലർക്ക് ബുദ്ധിമുട്ട് വരും. ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ് എൻ്റെ മകൾ. അപ്പോൾ ആശുപത്രി വീടുമായിട്ട് കഴിയുമ്പോൾ ഈ സ്റ്റാഫ് അവിടെ നേരത്തെ ഉണ്ട്. ഇവൾക്കാണ് വലിയ വിശ്വാസമുള്ള സ്റ്റാഫ്. ഇവൾ അനീതിമാരെ പോലെ കരുതുന്നവർ. ഇത് ആദ്യം ഒരാൾ വരുന്നു, പിന്നീടാണ് മറ്റു 2 പേരെ കൊണ്ടിരുന്നത്. ഇങ്ങനെ ഈ സ്ഥാപനം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവൾ ഗർഭിണിയതിന് ശേഷമുള്ള ഇപ്പോഴത്തെ ഈ 5-6 മാസത്തിലാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. തട്ടിപ്പ് എന്ന് വെച്ചാൽ ഇത് മറ്റുള്ളവർ അറിയേണ്ടതാണ്. സ്ഥാപനങ്ങൾ തുടങ്ങുന്നവരും നടത്തുന്നവരും. അതായത് ക്യൂ ആർ കോഡ് ഇന്ന് വളരെ എളുപ്പമാണല്ലോ. ഇന്ന് എല്ലാവരും അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് ക്യൂ ആർ കോഡ് വെച്ച് അപ്പോൾ തെളിവായല്ലോ. ഇവരെന്താ ചെയ്യുന്നത്? ഇവിടെ വരുന്ന കസ്റ്റമർ സാധനം വാങ്ങിച്ച് ചെയ്യുമ്പോൾ ഒരു 1000 രൂപ എന്തിരിക്കട്ടെ, 1000 രൂപ ക്യൂ ആർ കോഡ് ഞങ്ങൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്നില്ല. പല ദിവസങ്ങളും മറ്റേ ക്യൂ ആർ കോഡ് മാറ്റി വെച്ചിട്ട് ഇവർ ക്യൂ ആർ കോഡ് കാണിക്കുന്നു. അപ്പോൾ പലരും ചോദിച്ചു, ഇത് വേറെ പേരാണല്ലോ വരുന്നത്. അത് പുള്ളിക്കാരി സൂല, അതിൻ്റെ അക്കൗണ്ടിൻ്റെ നമ്പറാണ്. എന്തിന് ഇതിനകത്ത് ഒരു കുട്ടി ഇതിനകത്ത് എന്തോ OBOC വരെ ഒരു ക്യൂ ആർ കോഡ് ഉണ്ടാക്കി എന്ന് പറയും. അതുവരെ പറയുന്നു. എന്തോ എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. എന്തായാലും ഈ കണക്കുകൾ പരിശോധിച്ചപ്പോൾ ഇത് ഓഡിറ്റർ പറഞ്ഞാൽ നമ്മൾ അറിയുന്നത് പൈസ പോയിരിക്കുന്നത്. ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കിട്ടത്തില്ല. പക്ഷേ നമ്മൾ ബാങ്ക് വഴി അന്വേഷിച്ചപ്പോഴത്തേക്ക് 34 ലക്ഷം രൂപ ഒരു കുട്ടിയുടെ അക്കൗണ്ടിൽ മാത്രം വന്നിരിക്കുന്നു. മൊത്തം പരിശോധിച്ചപ്പോൾ 69 ലക്ഷം രൂപയാണ് കണക്ക് വഴി മാത്രം പോയിരിക്കുന്നത്. ഇവർ ഇത് സമ്മതിച്ച് വീട്ടിൽ വന്നു, മീൻസ് മകളുടെ ഫ്ലാറ്റ്. അധികം എക്സാഗ്രേറ്റ് ചെയ്ത് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 69 ലക്ഷം ഉണ്ടോ എന്ന് വെച്ചാൽ അത്രയൊന്നുമില്ല. 69 ലക്ഷം പൈസ വന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇത്രയൊന്നും എമൗണ്ട് അവർ എടുത്തിട്ടില്ല. നല്ലൊരു തുക അവരടിച്ചു മാറ്റിയിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഇത്രയും വലിയ തുക എടുത്തു എന്ന് ഇവർ പറയുന്നത് നുണയാണ്. ആകെ മൊത്തത്തിൽ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബിസിനസ് നടന്നു പോകുന്നുണ്ട്. പക്ഷേ ഇതിനകത്തേക്ക് വരുന്ന റവന്യൂവിനെ പറ്റി പ്രത്യേകിച്ച് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ലൈഫ് ഓഫ് അനന്തുവാണ് ഇവരുടെ റവന്യൂവിനെ പറ്റി ഒരു ഓവറോൾ കാൽക്കുലേഷൻ പറഞ്ഞ് അങ്ങോട്ട് ഇട്ടത്. ഇവൾ ആക്രമിച്ചത് അവനെ മാത്രവുമാണ്. ബാക്കി മിക്കവാറുമുള്ള യൂട്യൂബേഴ്സൊക്കെ ഇവളെ എടുത്തു വെച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും ആർക്കെതിരെയും അവൾ കേസുമായിട്ട് പോയിട്ടില്ല. റവന്യൂ പറഞ്ഞ ലൈഫ് ഓഫ് അനന്തുവിൻ്റെ നേരെയാണ് അവൾ ചാടി വീണിട്ടുള്ളത്. അപ്പോൾ ഉറപ്പിക്കാം ഈ ഒരു വിഷയത്തിൽ ചെറിയ ഭയം ദിയാകൃഷ്ണയ്ക്ക് ഉണ്ട്. അപ്പോൾ ദിയ ചെയ്ത കാര്യം എന്താണ്, ഓസി ചെയ്ത ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പെൺകുട്ടികളുടെ പേർക്ക് പണം കൈപ്പറ്റുന്നൊരു രീതി അവൾക്കുണ്ട്. ആ രീതി തുടർന്ന് കൊണ്ടുപോയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഇപ്പോൾ ഈ കാണുന്ന പ്രോബ്ലംസ് ഒക്കെ തന്നെ. ഇതിനകത്ത് കൃഷ്ണകുമാർ എത്ര തന്നെ വെളുപ്പിച്ചാലും കാര്യമില്ല. പിന്നെ ചീത്ത വിളിയും വഴക്കും ഒക്കെ സ്വാഭാവികമാണ്. നമുക്ക് ദേഷ്യം വരില്ല. നമ്മുടെ കയ്യിൽ നിന്ന് 1 രൂപ ഒരാൾ മുട്ടിച്ചെടുത്താൽ നമുക്ക് ഭയങ്കര ദേഷ്യം വരും. കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയല്ലേ. പൂർണ്ണമായും അതിൻ്റെ മെയിൻ തൂണ് എന്ന് പറയുന്നത് ഓസി തന്നെയാണ്. കാരണം അവരുടെ ഒരു എഫർട്ട് കൊണ്ട് തന്നെയാണ് ആ കച്ചവടം മുൻപോട്ട് പോയിട്ടുള്ളത്. അത് നല്ല രീതിയിൽ പോകുന്നുമുണ്ടായിരുന്നു. കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിൽ പോലും ഓസി അത് കഴുത്തിലിട്ടിട്ടെന്ന് കാണിക്കുമ്പോൾ ഒരുപാട് പേര് ആ ഒരൊറ്റ കാഴ്ച കൊണ്ട് തന്നെ പലരും അത് ആഗ്രഹിച്ച് വാങ്ങിക്കുന്ന ഒരു രീതിയും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബിസിനസ് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഓസി തന്നെയാണ്. ഒന്നാമത്തെ കാര്യം, ആ പെൺകുട്ടിക്ക് അത് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. രണ്ടാമത്തെ സൗന്ദര്യം തന്നെയാണ്. അത് കൃത്യമായി മറ്റൊരാൾക്ക് പോലും അതിനകത്തൊരു പാർട്ടിസിപ്പേഷൻ ഇല്ല. അത് പൂർണ്ണമായും അവളുടെ തന്നെ എഫർട്ടിലുണ്ടായതാണ്. പക്ഷെ എന്ത് ചെയ്യാന്നറിയാം, നമ്മളൊരു ബിസിനസ് ഇടുമ്പോൾ നമ്മളുടെ പൂർണ്ണ ശ്രദ്ധ അതിനകത്ത് വരണം. ചെറിയ രീതിയിൽ പോലും നമ്മൾ ഇച്ചിരി പോലും മാറി നിന്നാൽ പോലും അത് കൂടെ നിൽക്കുന്നവർ നമ്മളെ കുതികാലി പറ്റും. ഇവിടെയും സംഭവിച്ച അതാണ്. ഓസിയെ ശരിക്കും അങ്ങോട്ട് പറ്റിച്ചു ഈ പെൺപിള്ളേരെന്നാണ് മനസ്സിലാകുന്നത്. അവരുടെ പേർക്കാണ് പൈസ വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇച്ചിരി പോലെ പൈസ മുക്കിയിട്ടുണ്ട്. അത് ലക്ഷക്കണക്കിനുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. ഒരു പക്ഷേ അത്യാവശ്യം കുറച്ച് പൈസ പോയിട്ടുണ്ടാവും. അതിൻ്റെ ഒരു സങ്കടത്തിലാണ് ഓസി അവരെ പച്ചത്തെറി വിളിക്കുന്നതും. അത് അർഹിക്കുന്ന തെറിയാണെന്നാണ് എൻ്റെ ഒരു വയ്പ്പ്.
ഒരുപക്ഷെ ഇത് ഔട്ട്സൈഡ്, അതായത് കോടതിയിലേക്കോ കേസിലേക്കോ ഒന്നും പോകാതെ തീർക്കാനായിട്ട് കൃഷ്ണകുമാർ ഗുണ്ടായിസം കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടാകാം. അതാണ് പ്രശ്നം ഇത്രയും വഷളാക്കിയത്. അവർ പൈസ തരുന്നോ ഇല്ലയോ എന്നുള്ളത്, നഷ്ടപ്പെട്ടു, മാന്യമര്യാദയ്ക്ക് ചോദിക്കുക, കേസ് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്യുകയായിരുന്നു വേണ്ടിയിരുന്നത്. ഇതിപ്പോൾ മൂടാൻ പറ്റാത്ത അത്രയും രീതിയിൽ വലിയ വൾഗറായിരിക്കുന്ന ഒരു സംഗതി അഴിച്ചു വെച്ചതുപോലെയാണ്. കൃഷ്ണകുമാരൻ ഇത് ഭയങ്കരമായിട്ട് ഉപദ്രവമായിട്ട് മാറും. കാരണം GST വെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി അവർ ചെയ്തിട്ടുള്ളത്. അവിടെ വർക്ക് ചെയ്തിരുന്ന പെൺകുട്ടികളുടെ എല്ലാം അക്കൗണ്ട് അവർ നോക്കും, ചെക്ക് ചെയ്യും. അതിൽ നിന്ന് അവർക്ക് പൂർണ്ണമായും ബോധ്യപ്പെടും ഇത് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ആകെ മൊത്തത്തിൽ GST വെട്ടിപ്പ് നടന്നിട്ടുണ്ട്. ആ വെട്ടിപ്പ് മറച്ചു വെക്കേണ്ട ഒരു ആവശ്യഘട്ടം ഉള്ളത് കൊണ്ട് ഈ വെട്ടിപ്പ് ഇവർ വെളിയിലാക്കത്തില്ല, കേസ് കൊടുക്കില്ല എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് പെൺപിള്ളേർ കാര്യമായിട്ട് അങ്ങ് അടിച്ചു മാറ്റിയിട്ടുണ്ട്. അതാണ് അതിനകത്ത് നടന്നത്. പിന്നെ ജാതി അധിക്ഷേപം നടന്നതൊക്കെ ഈ പെൺകുട്ടികൾ പറയുന്നുണ്ട്. ശുദ്ധ നുണയാണ്. അങ്ങനെയൊന്നുമില്ല. അവർക്ക് മനസ്സിലായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഓസിക്കുള്ള അക്സെപ്റ്റൻസ് എന്താണെന്ന്. ഓസിയെ നാണം കെടുത്താൻ ഏറ്റവും കൂടുതൽ യൂട്യൂബേഴ്സൊക്കെ ഏറ്റവും കൂടുതൽ ഓസിക്കെതിരെ പരാതിയുമായി വന്നത് ഈ പരാമർശങ്ങളിലാണ്. ഏത്? ജാതികളുടെ. അപ്പോൾ ജാതീയ പരാമർശത്തിലാണ് ഓസി ഏറ്റവും കൂടുതൽ ഏറിപ്പോയിട്ടുള്ളത്. അത് വെച്ച് പിടിച്ചാൽ ഓസിയെ തറപറ്റിക്കാമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ആ പെൺകുട്ടികൾ നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ ഫീലിംഗ് പുച്ഛം എന്നതിനപ്പുറം ഒന്നുമില്ല. തൊഴിൽ തന്നവരാണ് അവരും. നിങ്ങളെ വിശ്വസിച്ചിട്ട് ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ പുറത്തേക്ക് പറയുന്നതും അവരെ ഒന്നും കൂടെ ചതിക്കാം, അവർ എന്തായാലും പറ്റിച്ച് കൊടുക്കുന്നു, എന്നാൽ പിന്നെ നമുക്കും കൂടെ ചെയ്യാം എന്ന് പറയുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നിങ്ങൾ കള്ളികൾ തന്നെയാണ്. ആ പെൺകുട്ടികൾ പൂർണ്ണമായും കള്ളികൾ തന്നെയാണ്. അവർ മോഷ്ടിച്ച തുക അത് മര്യാദയ്ക്ക് തിരിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഈ ഒരു കേസ് തട്ടിക്കൊണ്ടു പോകില്ല, അതൊക്കെ ഗുണ്ടായിസം തന്നെയാണ്. തീർച്ചയായിട്ടും അത് ആ ഗുണ്ടായിസങ്ങളൊന്നും അക്സെപ്റ്റബിൾ അല്ല. പക്ഷേ തീർച്ചയായിട്ടും അത് തിരിച്ചു കൊടുക്കേണ്ട പൈസ തന്നെയാണ്. മര്യാദയ്ക്ക് അത് കൊടുക്കുന്നതാണ് നല്ലത്. അല്ലാതെ ആ പൈസ കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കാനോ സമ്പാദിക്കാനോ ഒക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ കാശൊന്നും നിങ്ങൾക്ക് ഉപകരിക്കത്തില്ല പിള്ളേരെ. വെറുതെ എന്തിനാ ഓരോന്ന് പറയുന്നത്, മുക്കുവരാണെന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് അവഹേളിക്കും എന്നൊക്കെ പറയുമ്പോൾ ഒറ്റ ചോദ്യമേ ഉള്ളൂ. അങ്ങനെ അവൾക്കൊരു ജാതി വ്യത്യാസം നിങ്ങളോടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അവർ ജോലി തരുമോ? ഒരിക്കലുമില്ല. ആ പെങ്കൊച്ച് കറക്റ്റാണ്. ദിയ ഈ വിഷയത്തിൽ കൃത്യമാണ്. ഇച്ചിരി അഹങ്കാരം ഇച്ചിരി തലക്കനോ ഉണ്ടെന്നത് ഒഴിച്ചാൽ ദിയ സത്യത്തിൽ നല്ല ബോൾഡ് കുട്ടിയാണ്. കൺസീവാണ്. ഈ സമയത്ത് വേണ്ട ഒരു റെസ്റ്റ് അല്ലെങ്കിൽ മെൻ്റൽ സ്ട്രെസ് ഇല്ലായ്മയൊക്കെ വേണ്ട ഒരു സാഹചര്യത്തിൽ ഇത്രയും വലിയൊരു പ്രോബ്ലത്തിൽ പോയി ചാടി എന്നുള്ളത് സത്യം പറഞ്ഞാൽ സഹതാപം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു വിഷയത്തിൽ ഞാൻ ദിയയ്ക്കൊപ്പമാണ്. കാരണം കറക്റ്റാണ് ദിയ പറയുന്നത്, നുണയല്ല. ദിയ ഇതിൽ നിന്ന് പൈസ വെട്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കേണ്ട GST അത് വെട്ടിക്കാൻ ദിയ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് ഈ പെണ്ണുങ്ങൾ അത് വെച്ച് തന്നെ അവളെ മുതലെടുത്തത്. അതായത് ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവർക്കൊക്കെ നേരിടുന്ന ഒരു പ്രോബ്ലമാണ്. ഒരു മൈന്യൂട്ട് സാധനം ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. എന്തുകൊണ്ടെന്നറിയാം? അത് വെച്ച് അവർ ബ്ലാക്ക് മെയിൽ ചെയ്യും. ഈ നുണ അങ്ങ് എത്തുമ്പോൾ, അതായത് നുണ നദി കടക്കുമ്പോഴത്തേക്ക് ഇവിടെ ഏകദേശം ആൾ ചത്തിട്ടുണ്ടാവും. അമ്മാതിരിയാണ് നുണ പ്രചരണം നടക്കുക. മാത്രവുമല്ല ഈ ഓസി നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടും അത് തന്നെയാണ്. അവളുടെ ആ സോഷ്യൽ മീഡിയ ലൈഫ് എൻഡപ്പാക്കാൻ പറ്റുമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഈ പെണ്ണുങ്ങളൊക്കെ തന്നെ അവൾക്കെതിരെ ഇത്രയധികം വൾഗാരിറ്റി പറയുന്നത്. ഇതെങ്ങനെ എനിക്ക് എന്തുകൊണ്ട് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കണ്ട ഈ വീഡിയോയിൽ അവർ കൃത്യമായ പെൺകുട്ടികൾ പറയുന്നുണ്ട് പൈസ എടുത്തിട്ടുണ്ടെന്ന്. അതിൻ്റെ ഒരു ദേഷ്യത്തിലാണ് ഓസി തെറി വിളിക്കുന്നത്, മോശം പറയുന്നത്. അത് കുറ്റമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറി വിളിക്കൊക്കെ 1500 ഫൈനേ ഉള്ളൂ. മോഷണ കുറ്റത്തിന് വേറെയാ വകുപ്പ്. ഏതായാലും ഓസിയുമായിട്ട് കോംപ്രമൈസ് ചെയ്യുന്നതായിരിക്കും ഈ പെൺകുട്ടികൾക്ക് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ വന്ന പൈസ മുഴുക്കെ അത് ഓസി അറിയാതെ വന്നതാണ് എന്ന് ഓസി അങ്ങ് ഉറച്ച് നിൽക്കുകയാണെങ്കിൽ വന്ന 69 ലക്ഷം രൂപയെ നിങ്ങൾ മടക്കി കൊടുക്കേണ്ടി വരും. ഒരു എക്സ്ക്യൂസും അതിനകത്ത് ഉണ്ടാവത്തില്ല. അത്രത്തോളം ബോധമില്ലാതെ സ്വന്തം അക്കൗണ്ടിലേക്ക് മുതലാളി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പൈസ വാങ്ങിച്ചെടുക്കുന്ന എല്ലാ മന്ദബുദ്ധികളോടുമാണ്. നിങ്ങളൊരു നിശ്ചിത തുക ബാങ്കിൽ ഇത് ഇൻകം ടാക്സ് ഇനത്തിൽ കൊടുക്കേണ്ടി വരും. മാത്രവുമല്ല നാളെ ഒരു ചെക്കിങ് വരുമ്പോൾ നിങ്ങൾ പ്രതിസ്ഥാനത്ത് വരുമെന്നുള്ള ചെറിയ ബോധം വേണം. നമുക്ക് ജോലി തരുന്നവർ അത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് കേൾക്കരുത്. പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്. നിങ്ങൾ ജോലി ചെയ്യുന്നു, നിങ്ങളുടെ വിയർപ്പിൻ്റെ ഭാരത്തിന് നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നു. അതിനപ്പുറം അവരെത്ര വലിയ ഉന്നതിയിലുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ലൈഫ് കൊണ്ടുപോയി ഇതുപോലെ റിസ്കിൽ വെച്ചിട്ടുള്ള പരിപാടിക്ക് നിൽക്കരുത്. ഇന്ന് ഒരു പക്ഷേ നിങ്ങൾ 1 ലക്ഷം 2 ലക്ഷം ഒക്കെ ആയിരിക്കും എടുത്തിട്ടുണ്ടാവും. പക്ഷെ 69 ലക്ഷം രൂപയ്ക്ക് അവർക്ക് നിങ്ങളെ കൊടുക്കാൻ പറ്റുമെന്നുള്ളത് വസ്തുത. ആകെ മൊത്തത്തിൽ പിക്ചർ ക്ലിയറാണ്. ഇതിനകത്ത് 2 പേര് ഇൻവോൾവഡ് ആണ്. 90% ജയിച്ചു നിൽക്കുന്നത് ഓസിയാണ്, 10% അപ്പുറത്തും. കോംപ്രമൈസാണ് ബെസ്റ്റ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എന്തായാലും ഒരു കണ്ടന്റും ഇല്ലാതിരുന്ന യൂട്യൂബേഴ്സിന് എടുത്തു വെച്ച് കൊടുക്കാൻ പറ്റിയൊരു സാധനം കൊടുത്തു. ജാതീയ പ്രശ്നവും അനാവശ്യമായ ഒരു നരേഷനും ഒന്നും ഇതിനകത്ത് കൊണ്ടുവരേണ്ട. ഈ വിഷയത്തിൽ ജാതീയതയോ മറ്റോ ഒന്നുമില്ല. പൈസ പിടിച്ച് വാങ്ങിക്കാൻ പറ്റുമോ ഇല്ലയോ, ഇത് പുറത്തറിയാതെ കിട്ടാൻ വല്ല സാധ്യതയുമുണ്ടോ എന്നാണ് കൃഷ്ണകുമാറിൻ്റെ ഗുണ്ടായിസം കൊണ്ട് കൃഷ്ണകുമാർ ആലോചിച്ചത്. പക്ഷെ നടന്നില്ല. പകരം കുറച്ചുകൂടെ നാറുകയും ചെയ്തു എന്നുള്ളതാണ്. അവരെ പിടിച്ചു കൊണ്ടുപോയിട്ട് അവരെ ഉപദ്രവിക്കേണ്ട കാര്യമൊന്നും കൃഷ്ണകുമാറിനില്ല. പിന്നെ നമ്മൾ എത്ര വലിയ പൊസിഷനിൽ ഇരുന്നാലും ജനാധിപത്യ രാജ്യമാണെന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുന്നത് നല്ലതാണ്. ഈ വിഷയത്തിൽ ഞാൻ ദിയയ്ക്കൊപ്പം. ചേച്ചി അത് നേരത്തെ ഓപ്പൺ ആയിട്ട് തുറന്ന് പറഞ്ഞതല്ലേ. നിങ്ങളോട് നിങ്ങൾ സത്യം പറയാലോ, നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രമേ ഇതുവരെ കണ്ടിട്ടുള്ളൂ. എന്റെ മാന്യമായ സൈഡ് മാത്രം നിങ്ങൾ കണ്ടുള്ളൂ. എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തതാണ്.
നിങ്ങളെക്കാൾ താറ സൈഡ് എനിക്കുണ്ട്. നിങ്ങൾ എന്നത് കാണിപ്പിച്ചു. നിങ്ങളെക്കാൾ താറ സൈഡ് എനിക്കുണ്ട്. പക്ഷെ അത് കട്ടുമോട്ടിച്ചു അല്ല ചെയ്യുന്നത്. മനസ്സിലായില്ലേ? കട്ടുമോട്ടിച്ച് ഞാൻ ജീവിച്ചിട്ടില്ല. എനിക്കൊന്നും കേൾക്കാൻ വയ്യല്ല സുമിച്ചത് ഞാൻ പോകുന്നു പറ പറഞ്ഞല്ലോ ചെയ്യാന്ന് പറയാം. പിന്നെ നിങ്ങൾ പറയുന്നത് മൊത്തം അല്ല ഒരു പേയ്മെന്റ് 55 ഉണ്ടെന്ന് പറയുന്നു. ചേച്ചി അതല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത് ഒരാൾക്ക് 50-50 വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന് കിട്ടിയിട്ടുണ്ടെന്ന്. ഇത് മാത്രമുണ്ട് 55,000. അതല്ലാതെ 1000 സ്ക്രീൻഷോട്ട് വേറെ. ഇനി വേറെ കസ്റ്റമേഴ്സിന് വരാൻ പോകുന്നതേ ഉള്ളൂ. അതും കൂടെ വന്ന് കളക്ട് ചെയ്തിട്ടേ ഞാൻ ഈ വീട്ടിൽ നിന്ന് വട്ടിയൂർക്കാവ് സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ. അതിന് മുന്നേ നിങ്ങൾ ചാവയോ നിങ്ങൾ കൂമ്പയോ നിങ്ങൾ എന്താന്ന് വെച്ചാൽ എനിക്കറിയണ്ട. നിങ്ങളുടെ 3 പേരുടെ ജീവനോട് നിങ്ങൾ ഉണ്ടെങ്കിൽ കൊലയ്ക്കാൻ ഞാൻ റെഡിയാണ്. ഞാൻ ഗർഭിണി, എന്റെ കോപ്പ് കുറച്ചൊക്കെ തീർന്നു. അത് ഇന്ന് ഉച്ചവരെ. മനസ്സിലായില്ലേ? ഇന്ന് ഉച്ചവരെ ഉള്ളൂ എനിക്കത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ കാണിച്ചു തരും. നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? അണ്ടർഗ്രൗണ്ട് കൂടെ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? നാട് മുഴുവൻ അറിയുന്ന പോലെ നിങ്ങളെ ഞാൻ ഒരു പറ്റിക്കാൻ പോവാണ്. ഞാൻ കൂട്ടാൻ പോവുകയാണ്. മനസ്സിലല്ലേ? മൊത്തം കുടുംബം ഇറങ്ങിയിരുന്നോ? മണ്ണെണ്ണ എടുത്ത് ഒഴിച്ചുകൊണ്ടിരുന്നോ? മനസ്സിലായില്ലേ? വളരെ മോശപ്പെട്ട ഒരാളുമായിട്ടാണ് നിങ്ങൾ ഇറങ്ങി തിരിഞ്ഞിരിക്കുന്നത് കളിക്കാൻ. വളരെ മോശപ്പെട്ട ആളാണ് നിങ്ങൾ ഇറങ്ങി. മനസ്സിലായില്ലേ? ഒരു പെണ്ണായ ഞാനൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ മഴ തിരിഞ്ഞിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. കേട്ടാ ചേച്ചി സോറി ചേച്ചി. സോറി മനസ്സിലായില്ലേ? സോറി ആർക്ക് സോറി? ആർക്കതായി സോറി പറയണം? ആർക്ക് വേണ്ട സോറി? പറഞ്ഞല്ലോ, എഴുതി വെച്ചോ. യൂട്യൂബ് ചാനലിലൂടെയും പോലീസ് സ്റ്റേഷനിലൂടെ നിങ്ങളുടെ ഞാൻ ഫ്യൂച്ചർ തൊലിച്ചു. യൂട്യൂബിലൂടെ നിങ്ങളുടെ ഫുൾ ഇമേജ് ഞാൻ തൊലിച്ചു. നിങ്ങൾക്ക് ലോകത്തെവിടെയും പോവാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ആക്കും. മനസ്സിലായല്ലോ? ലൈഫിൽ നിങ്ങൾ ആരും വാട്സാപ്പിൽ ഇനി പ്രൊഫൈൽ പിക്ചർ ഇടൂല. അത് ഇന്ന് നിങ്ങൾ നിർത്തും. ഇന്നത്തോടെ നിങ്ങളുടെ അവസാനത്തെ പ്രൊഫൈൽ റിമൂവിംഗ് ആണ്. ഇന്നത്തോടെ ആൾക്കാരെ മുഖം കാണിക്കാൻ പറ്റാതെ നിങ്ങൾ ജീവിക്കും. മനസ്സിലായല്ലോ? നിങ്ങളെ കാരണം കുറെ കാലം ഞാൻ അനുഭവിച്ചു. അതൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കെഞ്ചി ഞാൻ പറഞ്ഞു. ഞാൻ അത്ര അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ മിസ്റ്റേക്സ് കാണിക്കല്ലേ, പ്ലീസ് 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 എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളോട് കോമഡി പറഞ്ഞു നോക്കി. നിങ്ങൾ അനിയത്തിമാരെ പോലെ കണ്ടു നോക്കി. ഞാൻ അങ്ങോട്ട് സോറി പറഞ്ഞു നോക്കി. ഇതൊക്കെ ഞാൻ ചെയ്തിട്ട് എന്നോട് നിങ്ങൾ ചെയ്ത് എന്താണ്? നിങ്ങൾ എന്താ എന്നോട് ചെയ്ത്? പിന്നെ ഈ പറഞ്ഞ കസ്റ്റമർ, ഇപ്പൊ ദിവ്യക്ക് അയച്ചിരിക്കുന്ന കസ്റ്റമർ, അവരെനിക്ക് മൊഴി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം അവരുടെ എനിക്ക് തരുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് ഈ പൈസ തന്നിരിക്കുന്നത്. അവരുടെ എല്ലാ പാർസൽസും ഞാൻ അറിയാതെ ഓഫീസിൽ നിന്ന് സ്റ്റോക്ക് പോയിരിക്കുകയാണ്. തന്റെ അച്ഛൻ എടുത്ത സ്റ്റോക്കാണോ ദിവ്യ അത്? തന്റെ അച്ഛൻ മൈസൂരിൽ പോയിട്ട് ഉണ്ടാക്കിയ സ്റ്റോക്കാണോ അത്? പറ ദിവ്യ, താൻ ട്രെയിൻ കയറി മൈസൂരിൽ പോയി എടുത്ത സ്റ്റോക്കാണോ അത്? അല്ല. പിന്നെ ആരോട് ചോദിച്ചിട്ട് അത് വിറ്റത്? അത് ആരോട് ചോദിച്ചിട്ട് ദിവ്യ വിറ്റു? 55,000 രൂപയുടെ സ്റ്റോക്ക് ആരോട് ചോദിച്ചിട്ട് ആ കസ്റ്റമറിന് വിറ്റു? എന്നോട് ചോദിച്ചോ? അശ്വിനോട് ചോദിച്ചോ? ആരോട് ചോദിച്ചു? പറ. ഇത്രയും നേരം അശ്വിൻ സത്യം പറ എന്ന് മാന്യമായിട്ടാണോ നിന്നോട് ചോദിച്ചുകൊണ്ടിരുന്നേ? മാന്യമായിട്ടാണോ ദിവ്യ ചോദിച്ചുകൊണ്ടിരുന്നേ? തന്റെ വായിക്കാൻ ചേച്ചി അതല്ലേ ചേച്ചി പറഞ്ഞത് 50-നകത്ത് ഒരാൾ വെച്ച് എടുത്തിട്ടുണ്ടെന്ന്. 50ന്റെ നേരിട്ടുണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ ചെപ്പാടിച്ച പൊട്ടിക്കാൻ 50ന്റെ അകത്ത് നീ ഇനി 50-നകത്തുനിന്ന് പറഞ്ഞ വിവരം അറിയും. പൊന്നാര മോളെ, നീ വിവരം അറിയും. മനസ്സിലായില്ലേ? നീ ഉണ്ടല്ലോ ഈ കോളൊക്കെ നീ റെക്കോർഡ് ചെയ്യോ എന്ത് കുന്തം ചെയ്ത് നീ പുറത്തു വിട്ടാൽ എനിക്ക് പ്രശ്നമല്ല. മനസ്സിലായില്ലേ? കാര്യം ഈ കേസിലുണ്ടല്ലോ എന്റെ സൈഡിൽ ഫുള്ള് തെളിവാ. മനസ്സിലായില്ലേ? മൊത്തം തെളിവ് എന്റെ കയ്യിൽ ഇരിക്കുകയാണ്. പിന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരാളെ മാനസികമായി നിങ്ങൾ പീഡിപ്പിച്ചു. ഞാൻ അതിനും നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട്. എന്നെ എന്റെ കൊച്ചിനെ അത് അഫക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു നിങ്ങളെ കാരണം. ട്രിപ്പെടുത്ത് കിടക്കുമായിരുന്നു നിങ്ങളെ കാരണം. മനസ്സിലായില്ലേ? ഞാൻ എല്ലാത്തിനും നിങ്ങളെ കൊണ്ട് അന്വേഷിപ്പിക്കും ദിവ്യ. പ്രത്യേകിച്ച് ദിവ്യ ഈ ഇത്ര നേരം നമ്മൾ ചോദിച്ചിട്ടും ഇതിലൊരൊറ്റ സ്ക്രീൻഷോട്ട് നീ എനിക്ക് അയച്ചതിലൂടെ എന്നിട്ട് എന്താ നീ പറഞ്ഞ പങ്കിട്ടെടുത്തുന്നാ? ഒരൊറ്റ അടി വെച്ചില്ല പങ്കിട്ടെന്നെങ്കിൽ നീ പറഞ്ഞ കേട്ടല്ല.
നീ ഒരടിക്കുള്ളതേ നീ ഉള്ളൂ, കേട്ടല്ലോ? ഒരൊറ്റ അടിക്കുള്ളതേ നീ ഉള്ളൂ. അതിന് ഞാൻ വിചാരിച്ചാൽ മതി, വേറെ ആരും വിചാരിക്കണ്ട. പോലീസൊന്നും ഞാൻ ഒരൊറ്റ അടിക്കുള്ളതേ നീ ഉള്ളൂ. മനസ്സിലായല്ലോ? മനസ്സിലായോ ഇല്ലയോ ദിവ്യക്ക്? മനസ്സിലായി ചേച്ചി. ആ നീ നാളെ പോലീസ് സ്റ്റേഷനിൽ വാ. പോലീസ് സ്റ്റേഷനിൽ എന്നെ ആരും സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഒറ്റയ്ക്ക് ഓട്ടോ വിളിച്ചിട്ടായാലും ഞാൻ പോയി കേസ് കൊടുത്തിരിക്കും. കാര്യം ഇതിന് എനിക്കൊരു ഉത്തരം വേണം. നിനക്കൊക്കെ എന്തോന്ന് മിനി സ്റ്റേഷനിൽ തരാൻ പറ്റൂലല്ലേ? കാര്യം എന്ത് ഊമ്പിപ്പിച്ചിട്ടിരിക്കുകയല്ലേ? ഊമ്പിപ്പിച്ചിട്ട് എത്ര ഹോൾസെയിൽ പർച്ചേസസ് അവിടെ വന്നെന്നുള്ളതിന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. മനസ്സിലായില്ലേ? ഡെയിലി നീയൊക്കെ പറയില്ലേ സോൾഡ് ഔട്ട് ആയി ചേച്ചി, സോൾഡ് ഔട്ട് ആയി ചേച്ചി. കണ്ടവരുടെ പാർസൽ അയച്ചു വിട്ടിട്ടാണ് സോൾഡ് ഔട്ട് ആവുന്നേ. മനസ്സിലായില്ലേ? ആണോ അല്ലയോ ദിവ്യ? ആണോ അല്ലയോ? വാ തുറക്ക. കാല് പിടിക്കാൻ ഞങ്ങക്ക് വേറെ എന്റെ കാലങ്ങൾ തൊട്ടോടെ പെണ്ണെ കൈ അരിഞ്ഞ് ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും. എന്റെ കാലത്തിന്റെ അടുത്ത് വരാൻ നിനക്കൊന്നും പറ്റില്ലൂടെ? നാറിയ കേസുകള് കാല തൊട്ട കൊന്നോളെ ഞാൻ. നിനക്ക് അറിഞ്ഞൂടാ. ഇതിന് താഴെ വന്നൊരു കമന്റാണ്, ദിയ ഇട്ട കമന്റാണ്. കമന്റ് ഇതാണ്: വി ക്യാൻ ഓൾ സീ ദെയർ സൈഡ് ഹിയർ. സ്പെഷ്യൽ താങ്ക്സ് ടു വിനിത, ദിവ്യ, രാധു ആൻഡ് ദിസ് ന്യൂസ് ചാനൽ ഫോർ പ്രൊവൈഡിങ് ദിസ് വീഡിയോ ടു ദ പബ്ലിക്. ട്രൂത്ത് വിൽ സ്ലോലി കം ഔട്ട് ടു ദ പബ്ലിക്. ഐ ആം വെയിറ്റിംഗ്. ഇത് എന്താ ഓസി അങ്ങനെ ഒരു ഇതിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പക്ഷേ ഓസി തെറി വിളിക്കുന്ന സ്ത്രീയാണെന്ന് പബ്ലിക്കിന് കാണിച്ചു കൊടുക്കാനായിരിക്കും അവർ ഈ വീഡിയോ പുറത്തു വിട്ടത്. പക്ഷേ കുണ്ടാമണ്ടി ഫലമാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഒരു വിഷയത്തിൽ ഓസിയാണ് ശരിയെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ഒറ്റ വീഡിയോ ഉപകരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പൊന്നോ സീകർന്ന് ബഹളം വെക്കാതെ ആ പിള്ളേരുമായിട്ട് കോംപ്രമൈസ് ആവാൻ നോക്കി. GST കേസിലൊക്കെ പെട്ടാൽ വല്ലാത്ത പെടലായിരിക്കും പെടുകയുണ്ടാവുക. അതേപോലെ പെൺപിള്ളേരെ ഉള്ള കാശ് അങ്ങ് തിരിച്ചു കൊടുത്ത് മര്യാദയ്ക്ക് മാപ്പ് പറഞ്ഞ് ഒതുങ്ങുന്നതായിരിക്കും നിങ്ങൾക്കും സേഫ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇടയിൽ ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ നിൽക്കുന്നവർക്ക് നല്ലതാണ്, സൂപ്പറാണ്, സൂപ്പർ.